പാർട്ടി പത്രസമ്മേളനം വിളിച്ചു ചേർക്കേണ്ടായ കാരണം സാധാരണത്തിൽ ഇത്തരം വിഷയങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി കൈകാര്യം ചെയ്യും, അതുപോലെ തന്നെ MLA കൈകാര്യം ചെയ്യും, സർക്കാർ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യും. രാഷ്ട്രീയ പാർട്ടികളൊക്കെ അതിനോട് ചേർന്ന് നിന്ന് ജനങ്ങൾക്ക് ആശ്വാസകരമായ രീതിയിൽ പ്രവർത്തിക്കുകയാണ് ചെയ്യുക. കോൺഗ്രസ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തതിന് വലിയ പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്ക് അറിയുന്നത് പോലെ ചെറുപുഴ പഞ്ചായത്തിനകത്ത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പഞ്ചായത്ത് ഭരണസമിതി മുഴുവൻ അംഗങ്ങളെയും ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് ഈ കലാമറ്റീസിനെ നേരിടാനുള്ള ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് ചെയ്യുന്നത്. MLA അദ്ദേഹവും ഈ പറഞ്ഞതുപോലെ അതിന്റെ പിറ്റേ ദിവസം മുതൽ ഇവിടെ ക്യാമ്പ് ചെയ്യും, വൈകുന്നേരം വരെ പ്രശ്നമായ മേഖലകളൊക്കെ സന്ദർശിക്കുകയും കലക്ടറെ വിളിച്ച് സംസാരിക്കുകയും ആവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടപ്പിലാക്കുകയും ചെയ്യും. ബഹുമാന്യായ KPCC അധ്യക്ഷൻ കൂടിയായ ജില്ലയുടെ ചാർജുള്ള മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അദ്ദേഹം ഇന്നലെ വിളിക്കുകയും ഇന്നലെ ഇവിടത്തേക്ക് ഈ നമ്മുടെ തിരച്ചിലിന് വേഗത കൂട്ടാനെന്നവണ്ണം നേവിയുടെ മുങ്ങൽ വിദഗ്ധരെയും അതുപോലെ തന്നെ NDRFിന്റെ മുങ്ങൽ വിദഗ്ധരെയൊക്കെ അടിയന്തരമായി കലക്ടറോട് നിർദ്ദേശപ്രകാരം ഇങ്ങോട്ട് അയക്കുവാനുള്ള സംവിധാനമാക്കുകയും അവരൊക്കെ വഴിയിലാണ് ഈ മൃതദേഹം ലഭിച്ചു എന്നതിൽ തിരിച്ചുപോയത്. അപ്പോൾ ആ രീതിയിൽ സർക്കാർ സംവിധാനങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു. തഹസിൽദാർ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു. സർക്കാരും MLAയും ഭരണകൂടവും രാഷ്ട്രീയ കക്ഷികളും വിമോചന സംഘടനകളും ഒക്കെ നമ്മുടെ നാട് ഇന്നുവരെ കാണാത്ത ഒരു ദുരന്തത്തിലേക്ക് നമ്മുടെ നാട് എത്തപ്പെട്ടപ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു. പക്ഷേ ഈ സ്ഥലങ്ങളിലും യഥാർത്ഥത്തിൽ ഇവിടെയൊക്കെ ഈ ദുരന്തമുഖങ്ങളിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാരായി CPMന്റെ ഏരിയ കമ്മിറ്റി നേതാക്കന്മാർ മാറാൻ പാടില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ പൂർണ്ണമായും CPM രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നില്ല. കാരണം ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കളും പ്രവർത്തകരും ഒക്കെ ചെറുപുഴ പഞ്ചായത്തിനകത്തുള്ള അതുപോലെ തന്നെ വിമത സംഘടനാ നേതാക്കളും പ്രവർത്തകരും ഒക്കെ ചെറുപുഴ പഞ്ചായത്തിനകത്ത് ഈ ദുരന്തമുഖത്ത് ജനങ്ങളെ സഹായിക്കുവാനും അവരോടൊപ്പം ചേർന്ന് നിൽക്കുവാനൊക്കെ ഉണ്ടായതാണ്. എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഉണ്ടായതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ CPMനെ പ്രാദേശികമായി നമ്മൾ കുറ്റപ്പെടുത്തില്ല. പക്ഷെ ഇന്നലെ മാത്രം ഇവിടെ സന്ദർശിക്കുകയും ഈ പ്രദേശങ്ങളിൽ ഉണ്ടായ പ്രവർത്തനങ്ങളിൽ വലിയ ഏകോപനമില്ലായ്മ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ മനസ്സിൽ വലിയ രീതിയിലുള്ള ആശങ്കകൾ ഉണ്ടാക്കി തിരിച്ചുപോയി. ഈ ഇത്തരത്തിലുള്ള കലാമിറ്റീസ് വരുമ്പോൾ അതിനിടയിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി ഈ AKI സംഘത്തിൽ നിന്ന് പിണറായി വിജയൻ കൊടുക്കുന്ന ക്യാപ്സ്യൂൾ, അതേപോലെ UDF ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഇതുപോലെ ഇത്തരത്തിലുള്ള കലാമിറ്റീസുകൾ നേരിടുന്നതിൽ വലിയ രീതിയിലെ പരാജയമുണ്ടെന്ന് പുറം ലോകത്തെ അറിയിക്കാനും മാധ്യമങ്ങളെ അറിയിക്കുവാനുമായി നടത്തുന്ന ചില ശ്രമങ്ങളുടെ ഭാഗമായി ഇന്നലെ ഇവിടത്തേക്ക് കടന്നു വന്ന CPMന്റെ ഒരു ഏരിയ നേതാവ് നടത്തിയ പത്രസമ്മേളനമാണ് ഇത്തരത്തിലൊരു പത്രസമ്മേളനം വെച്ച് ചേർക്കാൻ കോൺഗ്രസിന് കാരണമായി മാറിയത്. ഈ ദുരന്തമുഖത്ത് ഇതുപോലെ ഒരു രാഷ്ട്രീയ പ്രചരണം നടത്തുന്ന അത്യന്തം പ്രതിഷേധകരമായ കാര്യമാണ്. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരനായ പഞ്ചായത്ത് അംഗത്തെ വിളിച്ചു ചേർത്താൽ തന്നെ അറിയാം, അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരായ പഞ്ചായത്ത് മെമ്പർമാരടക്കം പഞ്ചായത്ത് ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് പരിപൂർണമായും ഈ ദുരന്ത പ്രദേശങ്ങളിൽ വളരെ സജീവമായ രീതിയിൽ ജനങ്ങളെ സഹായിക്കാനും ഈ ദുരന്ത പ്രദേശങ്ങളിലെ ഈ പറഞ്ഞ അത് ഈ പ്രവർത്തികളെ ഏകോപിപ്പിക്കുവാനും മുൻപന്തി എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയുന്ന പോലെ വനിതാ പഞ്ചായത്ത് അംഗങ്ങൾ 2 ദിവസത്തോളം സ്വന്തം വീടുകളിൽ പോലും പോകാതെ പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങൾക്കൊപ്പം ചേർന്ന് നിന്നു. ആ രീതിയിൽ ഇന്നുവരെ നമ്മുടെ നാട് കാണാത്ത രീതിയിലുള്ള ഒരു കലാമിറ്റി, ഒരു ദുരന്തം കടന്നു വന്നപ്പോൾ അതിനെ ഉറച്ച മനസ്സോടുകൂടി നേരിടാൻ പഞ്ചായത്തിലെ ഭരണസമിതിക്ക് സാധിച്ചു. സർക്കാരിന്റെ സഹായവും സംവിധാനം കൃത്യമായി ലഭ്യമായി. MLA സാധ്യമാവുന്ന രീതിയിലൊക്കെ ഇവിടെ ക്യാമ്പ് ചെയ്ത് കാര്യങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്തു. ഇപ്പോൾ നമുക്കറിയാം, ഇവിടെ സഹോദരൻ ശ്രീ രാജേഷ് നമ്മുടെ നാട്ടിലെ ഒരു കർഷകനെ രക്ഷിക്കുന്നതിനിടയിലാണ് അദ്ദേഹം സ്വന്തം ജീവൻ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ രക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം ഈ നാട്ടിൽ നടത്തിയ ഈ പ്രവർത്തനങ്ങൾ കൃത്യമായ രീതിയിൽ ഇന്നലെ മന്ത്രി മുഖേന മുഖ്യമന്ത്രിയെ ധരിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ന് കൃത്യമായി മുഖ്യമന്ത്രി അവിടെ എത്തുകയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാൻ തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ചെറുപുഴയിൽ ഈ പ്രദേശമൊട്ടാകെ ഇവിടുത്തെ പാലങ്ങൾ, റോഡുകൾ, ഒരുപാട് വീടുകളൊക്കെ ഒലിച്ചുപോയി ജനങ്ങൾക്ക് താമസിക്കാൻ പോലും പറ്റാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ചെറുപുഴക്ക് മാത്രമായി ഒരു പ്രത്യേക പാക്കേജ് നിർവഹിച്ചുകൊണ്ട് ഈ മലയോര പ്രദേശത്ത് വീണ്ടും ജനങ്ങൾക്ക് സമാധാനമായി ജീവിക്കാവുന്ന ഒരു സാഹചര്യത്തിൽ എത്തിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അധികൃതരെ അറിയിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്കും പാർട്ടിക്കും MLAക്കും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ കൃത്യമായി നടപ്പിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ധാരാളമായ രീതിയിൽ ആനുകൂല്യങ്ങൾ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളൊക്കെ കൃത്യമായി അർഹരായ ആളുകളുടെ കൈകളിൽ എത്തിക്കുവാനുള്ള ശ്രമം പഞ്ചായത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നു. പ്രസിഡന്റ് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുമ്പോൾ പോലും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി പത്രസമ്മേളനങ്ങൾ നടത്തി ചെറുപുഴ പഞ്ചായത്തിനകത്ത് ഈ പ്രതിരോധ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളോ ഒന്നും കൃത്യമായി നടക്കുന്നില്ല എന്ന രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ദുരന്ത രംഗത്ത് വട്ടമിട്ട് പറക്കുന്ന, രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാരെ പോലെ അധപ്പതിക്കാൻ CPMന്റെ ഏരിയ നേതൃത്വം തയ്യാറാവരുത്. അവർ പ്രാദേശികമായെങ്കിലും അവർ
അവിടുത്തെ ആളുകളോട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. വേറെ രാഷ്ട്രീയം ഒന്നും പറയുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഒറ്റക്കെട്ടായി നിന്ന് ഒരേ മനസ്സോടെ ആയി നിന്ന് നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന എല്ലാ ആളുകളെയും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി കൂടി അഭിവാദ്യം ചെയ്തു.